ഇതൊരു കനേഡിയൻ നാടോടി കഥയാണ്. ഭൂതവും മന്ത്രവാദിയും. ഒരു കൊച്ചു ഗ്രാമം. കന്നുകാലികളെ വളർത്തിയാണ് ആ ഗ്രാമത്തിലെ ആളുകൾ ജീവിച്ചിരുന്നത്. ഒരു ദിവസം ആടുകളെയും കൊണ്ട് വരികയായിരുന്ന ക്ലാർക്ക് എന്നയാൾ ഒരു ശബ്ദം കേട്ടു. ബൂം! അതോടെ ആടുകളെ കാണാതായി. അമ്പരന്നു പോയ ക്ലാർക്ക് വേഗം ഓടി ഗ്രാമത്തിലെത്തി. അവിടെ അവൻ കണ്ടത് ഒഴിഞ്ഞുകിടക്കുന്ന തൊഴുത്തുകളാ. എല്ലാ വീടുകളിലെയും ആടുകളും പശുക്കളും കാളകളും എല്ലാം അപ്രത്യക്ഷരായിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഗ്രാമീണര് കുഴങ്ങി. ദിവസവും രാവിലെ ക്ലാർക്ക് മൈതാനത്ത് പോയിരിക്കും. ആടുകൾ മടങ്ങി വരുന്നതും പ്രതീക്ഷിച്ചാ ഇരിപ്പ്. അങ്ങനെ ഒരു ദിവസം മൈതാനത്ത് എത്തിയതായിരുന്നു അവൻ. അപ്പോഴത് ആരോ വിളിക്കുന്നു. മോനെ! അവൻ തിരിഞ്ഞു നോക്കി. ക്ഷീണിച്ചവശനായ ഒരു അപ്പൂപ്പൻ കുറച്ചു ദൂരെ ഇരിക്കുന്നു. ക്ലാർക്ക് വേഗം അപ്പൂപ്പന്റെ അടുത്തെത്തിട്ടോ. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന വെള്ളവും ചെറിയ കഷ്ണം റൊട്ടിയും കഴിക്കാൻ കൊടുത്തു. എന്താ കുട്ടി ഇവിടെ ഇരിക്കുന്നത്? ക്ഷീണം മാറിയപ്പോ അപ്പൂപ്പൻ അവനോട് ചോദിച്ചു. നടന്നതെല്ലാം ക്ലാർക്ക് അപ്പൂപ്പനോട് പറഞ്ഞു. സത്യത്തിൽ ക്ലാർക്കിനെ പരീക്ഷിക്കാനായി വന്ന മന്ത്രവാദിയായിരുന്നു ആ അപ്പൂപ്പൻ. നല്ലവനായ ക്ലാർക്കിനെയും ഗ്രാമീണരെയും സഹായിക്കാൻ അപ്പൂപ്പൻ തീരുമാനിച്ചു. അവര് ഗ്രാമത്തിലെത്തി. മൈതാനത്തിന്റെ മറുവശത്ത് ഒരു കൊടുങ്കാടാ. ആ കാട്ടിലൊരു ഭയങ്കരൻ ഭൂതമുണ്ട്. അവൻ മഞ്ഞുകാലത്ത് തിന്നാനായി തട്ടിയെടുത്തതാണ് കന്നുകാലികളെ. അപ്പൂപ്പൻ ഗ്രാമത്തിലുള്ളവരോട് പറഞ്ഞു. ഭൂതത്തിന്റെ കയ്യിൽ നിന്ന് കന്നുകാലികളെ രക്ഷിക്കാൻ എന്താ ഒരു വഴി? അവരാലോചിച്ചു. നിങ്ങളിൽ ഒരാൾ എന്റെ കൂടെ വന്നാ മതി. നമുക്ക് ഭൂതത്തെ തോൽപ്പിക്കാം, മന്ത്രവാദി പറഞ്ഞു. ഞാൻ വരാം, ഞാൻ തയ്യാറാ, ക്ലാർക്ക് പറഞ്ഞു. അങ്ങനെ അവര് പുറപ്പെട്ടു. കാട്ടിലൊരു രഹസ്യ ഗുഹയിലാണേ ഭൂതം കന്നുകാലികളെ ഒളിപ്പിച്ചിരിക്കുന്നത്. മന്ത്രവാദി ഗുഹയ്ക്ക് മുന്നിലെത്തി മന്ത്രം ചൊല്ലി. അതോടെ ഗുഹ അങ്ങോട്ട് തുറന്നു വന്നു. ഗുഹ തുറന്ന കാര്യം ഭൂതം അറിയുന്നതിന് മുൻപ് നമുക്ക് ഗ്രാമത്തിലെത്തണം. ഭൂതം കന്നുകാലികളെ മന്ത്രം ചൊല്ലി മയക്കിയിരിക്കുക. ആടിടയന്റെ ശബ്ദം കേട്ടാലേ അവര് നടക്കൂ. നീ അകത്ത് പോയി വേഗം അവരെ ഷുംന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവാ. ഇത് കേട്ട ക്ലാർക്ക് ഗുഹയ്ക്കകത്തേക്ക് കയറി ചൂളമടിച്ചു. പ്രതിമ പോലെ നിന്നിരുന്ന കന്നുകാലികൾ ചൂളമടി കേട്ടതും പുറത്തേക്ക് ഓടി വന്നു. മന്ത്രവാദിയും ക്ലാർക്കും കന്നുകാലികളുമായി ഗ്രാമത്തിലെത്തി. പെട്ടെന്നതാ ഭൂമി കുലുങ്ങുന്നത് പോലൊരു ശബ്ദം. ആരടാ എന്റെ ഭക്ഷണം തട്ടിയെടുത്തത്? ഭൂതത്തിന്റെ വരവാണ്. ഗ്രാമീണർ പേടിച്ചുപോയി. എന്നാൽ മന്ത്രവാദിക്ക് ഒരു കുലുക്കുമില്ലായിരുന്നു. ഭൂതം അടുത്തെത്തിയപ്പോ മന്ത്രവാദി എന്താ ചെയ്തേന്നോ? മന്ത്രം ചൊല്ലി ഭൂതത്തിന്റെ അത്രയും വലുതായി. അപ്പോൾ ഭൂതം വലിയ സിംഹമായി മന്ത്രവാദിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഉടനെ മന്ത്രവാദി വലിയൊരു കടുവയായി. അങ്ങനെ മന്ത്രവാദിയും ഭൂതവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. ഗ്രാമീണരെ ശ്വാസം അടക്കിപ്പിടിച്ച് അത് നോക്കിക്കൊണ്ടേ നിന്നു. പെട്ടെന്ന് ഭൂതം വലിയൊരു പക്ഷിയായി മന്ത്രവാദിയെ കൊത്തിയെടുക്കാൻ വന്നിരിക്കുക. പക്ഷിയായാൽ ഭൂതത്തിന്റെ ശക്തി കുറയുമെന്ന് മന്ത്രവാദിക്ക് അറിയായിരുന്നു. മന്ത്രവാദി ഭൂതപക്ഷിയെ മന്ത്രം ചൊല്ലി ചെറുതാക്കി. ഇനി പഴയ രൂപം കിട്ടണമെങ്കിലേ ഭൂതത്തിന് മന്ത്രവാദിയുടെ സഹായം വേണം. ക്ലാർക്ക് ആ പക്ഷിയെ പിടിച്ച് കൂട്ടിലടച്ച് മന്ത്രവാദിക്ക് കൊടുത്തു. ഭൂതപക്ഷിയുടെ കൂടുമായി മന്ത്രവാദി തിരിച്ചുപോയി. പിന്നീട് ആ ഭൂതത്തെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല കേട്ടോ. എവിടെ പോയോ എന്തോ.